മാതാപിതാക്കന്മാർ എന്നെ വെറുത്താലും സന്താപമില്ലെനിക്ക്. കർത്താവിന്റെ മുദ്രത്തോടെ അധ്വാനിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസും കുടുംബം, വിശേഷ കത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസും കുടുംബം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യും. 2007 ദൈവദാസനോടും കുടുംബത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കി. 7 വർഷം കഴിഞ്ഞ് 8-ാം വർഷം വീണ്ടും വന്നൊരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നടത്തിയ ഇടപെടലുകൾക്കായി സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിച്ചു, എന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി നന്ദി പറയുക. കുറെ പണത്തിന്റെ പുകഴ്ച പറഞ്ഞതല്ല, ആത്മീയമായ നിലവാരങ്ങളിൽ ഞാൻ 23-ാമത്തെ സഭയാണ് ഈ 130 ദിവസത്തിനുള്ളിൽ ഈ ലണ്ടന് വടക്കുള്ള സഭകളിൽ ലാസ്റ്റ് മീറ്റിംഗ് ആയി. ദൈവത്തെ മറക്കാൻ പറ്റില്ല. ഒരാത്മീയ നദിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കളെ ശാരീരിക ബലഹീനതകളെല്ലാം ദൈവമക്കളുടെ ദാഹം. ഇപ്പോഴും സാധാരണ ഒരു സഭയിലൊക്കെ ചെന്നാൽ സഭായത്തിന് 20 മിനിറ്റ് കിട്ടും. ഇവിടെ ഇപ്പോൾ അതിലും കൂടുതലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിലേറ്റവും വലിയൊരു ശുശ്രൂഷ ഇവിടെ, അതാണ് കർത്തൃമേശ ശുശ്രൂഷ. അത് ബന്ധക്കോസുകാർക്കുള്ളതല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധീകരണം ചെയ്ത് ദൈവത്തോടും മനുഷ്യരോടും കുറിച്ച് മനസ്സാക്ഷി ഉള്ളവർക്കാണ് ഇത്. അല്ല പണ്ടം കണ്ട് ദാനപ്പെട്ട ഉള്ളിക്കല്ല. മെമ്പർഷിപ്പിൽ പേര് ഉണ്ടാക്കാം, പക്ഷെ ദൈവസ്ഥലത്തിൽ പേരില്ലാത്ത ഒരുത്തനെ അങ്ങോട്ട് കൊണ്ടുപോകും. കർത്താവ് ഇന്ന് വന്നാൽ അടുത്ത ആഴ്ച ഇവിടെ യോഗം നടക്കും. നടക്കും ഇല്ലേ? നടക്കരുതെന്ന് ആഗ്രഹം, പക്ഷെ നടക്കും. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നടക്കും. കാര്യം എന്നറിയാമോ? കർത്താവ് വന്നാലും പിന്നെ ആളെ കാണും. പരിശുദ്ധാത്മ പറഞ്ഞ കാര്യമുണ്ട്. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞവർ കയ്യൊന്ന് നോക്കിക്കേ. വിവാഹ നിശ്ചയം കഴിഞ്ഞവർ കൈവെക്കാനാകും. പുള്ളിക്കാരി എന്ന് വെച്ചാൽ മണവാളനുമായി ഒരു ഉടമ്പടി, അതാണ് വിവാഹ നിശ്ചയം. എല്ലാ കല്യാണം കഴിച്ചവരുടെ കാര്യമല്ല പറഞ്ഞത്. എടാ ഈ അച്ചാന്മാരൊക്കെ അങ്ങ് പോകും, വേറൊരു മണവാളം വരും. ആ മണവാളനെ നമ്മൾ കാത്തിരിക്കുക. പപ്പ ഇങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. ഈ നരച്ച മുടി
വചനം പറയുന്നത് പശുത്തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ അവിടെ ചെല്ല കാലുപരുപ്പും മുട്ടുപരുപ്പും കൊളസ്ട്രോളും ഷുഗറും പൈസലോ ഒന്നുമില്ല അവിടെ ഉണ്ടോ? അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെട്ടിക്കകത്ത് കൊച്ചു കൊടുത്തു വിട്ട അവിടെ നടക്കുന്നു എല്ലാത്തിനും മക്കളെ അവിടെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ നാം ഒന്നാണ്. ക്രിസ്തുവിൽ ഒന്നാണെങ്കിൽ നമ്മൾ കർത്താവിനുള്ളവർ തന്നെയാണ്. ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ പറഞ്ഞല്ലോ മനസ്സ് തുറന്ന് എനിക്ക് സന്തോഷിപ്പാൻ പറ്റിയ ഒരു ദൈവസഭയായി ദൈവാത്മാ വിളിച്ചു പറയാ വളരും. ദൈവം ഇതിനെ വളർത്തും. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്വന്തം എന്റെ കർത്താവ് വരാൻ താമസിച്ചാൽ ഇതിലും വിശാലമാണ് ദൈവം തുറന്നത്. പേരെടുക്കാനല്ല, ദൈവമക്കളായി കേവലം നിന്നാൽ 5 വർഷം കൊണ്ട് നടക്കും, അത് വേറെ വർഷം. പക്ഷെ അതല്ല, നമ്മളാ കൈത്താണ്. ദോശയുടെ കൈ പൊങ്ങി നിൽക്കണമോ? ഒരു കൈ ഇങ്ങനെ വെച്ചാൽ പറ്റുമോ? അത് നിങ്ങൾ ഓരോരുത്തരുമാണ് മക്കളെ. ആ കൈ നിങ്ങളാ. നിങ്ങൾ പ്രാർത്ഥിക്കാം, കയ്യോട്ടത്തി വെളിപ്പെടും, ഞാനും നടക്കും. മക്കളെ, ഇത് മനസ്സ് മാറ്റുന്ന യോഗമാണ്. ഇത് മതം മാറ്റുന്ന മാർഗമല്ല, ഇത് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് അവർ വാർത്തകത്തിലും മനസ്സിലായിക്കൊണ്ടിരിക്കും. ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് അടുത്ത് പുറത്തേയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കല്ലുമല കുഞ്ഞുമാസ്റ്ററിലെ ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയ പ്രിയം വെച്ച ഖത്തർ സഭയിൽ ചെല്ലുവാനിടയായി. ആ സഭയിലെ പുറത്തേയാട് സഭയിലെ ഒരു മെമ്പറാണ് ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് 3 പെൺമക്കളുണ്ട്. 3 പേരെ ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. മൂത്ത മോളും കുടുംബവും പത്തനാപുരത്തിനടുത്ത് ശുശ്രൂഷ മണ്ഡലത്തിലായിരിക്കുന്നവർ 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോക്ക് 7 വർഷം മക്കളില്ലായിരുന്നു. TPM-ലെ കെട്ടിക്കിരിക്കുന്നു. ആ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ അനിയത്തിയുടെ കൊച്ചിനെ നീ കളിപ്പിക്കത്തെ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ വായിച്ചു തുടങ്ങി. ഈ പുസ്തകം ചുമക്കുകയാണെങ്കിൽ മച്ചി എന്ന് വിളിപ്പാനിടയാകരുത്. 9ാമത്തെ വർഷം ഒരു പെൺകുഞ്ഞിനെ 2 പല്ലും ഉണ്ടായിരുന്നു. ദൈവം തന്ന ചേർത്തിയത് തരത്തില്ല, ഇങ്ങനെ ഇരിക്കുന്ന തരത്തില്ല. ദൈവം തന്ന നല്ലതിനെ തരും. ഈ മക്കളെ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ഇറക്കത്തില്ലെന്നേ. ആരാധനയിൽ വിടുതലുണ്ടെങ്കിൽ ഭവനത്തിലും വിടുതലുണ്ട്. ഇല്ലയോ? ഉണ്ടാകണം. അത് വഴുത്തും ദൈവം. ആ ദൈവത്തിന്റെ നീതിയാ. അത് കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. തമ്പുരാൻ ചെയ്യുന്നതിനായി സ്തോത്രം പറയാം. കാത്തിരിക്കുന്നവരാ ശക്തിയെ പുതുക്കുന്നതെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിനക്ക് വേണ്ടി ഒരു മറവിടമായി ദൈവം ഇറങ്ങി വരികയാണ്. കരയാനൊരു സമയമുണ്ട്, അപേക്ഷിക്കാൻ ഒരു സമയമുണ്ട്, പ്രവർത്തിക്കാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. യേശു പറയുന്ന കാര്യം ദൈവം പറയുന്ന കാര്യം വരട്ടെ, സമയമാകുമ്പോ ഞാനത് ചെയ്യാം. ദൈവമക്കളെ, ഈ രക്ഷ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാനമാണെങ്കിൽ മാനസാന്തരം മടങ്ങി വരാം. ദൈവമക്കളെ, അങ്ങനാണെങ്കിൽ ഒരു വ്യക്തി വിധത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വീണ്ടും പറയാം. ഇന്ന് രാവിലെ 15 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കൈമടക്കൊന്നും തന്നില്ല. അവിടെ അല്ല പറഞ്ഞവൻ പോസ്റ്റ് പറഞ്ഞവനാണ്. ഈ ജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിനോടുകൂടെ ഞാനും ഒരു വാക്കായി വിശ്വാസത്തോടെ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അവര് നിങ്ങളുടെ നടുവിൽ ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യണം. ദൈവം അത് ചെയ്യണം. വായിക്കാം. ഇബ്രായ ലേഖനം
11-ാം അധ്യായം 1-ാം വാക്യം. ശ്രദ്ധിക്കണേ, വിശ്വാസം എന്നത് നമുക്കറിയാവുന്ന ഒരു വാക്യം. അങ്ങനല്ലേ? ആണോ? കണ്ട് പ്രാർത്ഥിക്കുക. കാണുമെന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്, കണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനത്തെ ലഭിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ലഭിച്ചു. പറഞ്ഞ പോലെ അനേക കുടുംബങ്ങൾ വിലാപഗാനം പാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കർത്താവ് നമുക്കെന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കൂടി വരവിൽ ദൈവ സാന്നിധ്യത്തോട് സ്തോത്രം. ദൈവം നമ്മുടെ ദൈവമല്ലേ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറവ്. ഇതുവരെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസമുള്ള ഒരു സ്തോത്രം പറഞ്ഞു. ഈ സ്തോത്രം പറഞ്ഞ് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള വിഷയം. അതുകൊണ്ട് വ്യക്തിയായി കാര്യം. ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ പറയും. ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ ഒന്നുകൂടെ പറയും. നീ ഒന്നുകൂടെ. പണ്ട് തമിഴ്നാട്ടിൽ ഒരു പറ്റം വന്നിട്ട് പറഞ്ഞു 3 ഹല്ലേലൂയ പോടാൻ. 3 അല്ലാതെ 3 നമുക്കില്ല. നമ്മളെ 3 പറയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മക്കളെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിചാരിത വല്ലാത്ത കേൾക്കുന്നതാണെങ്കിൽ ഹല്ലേലൂയയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അല്ല, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കണ്ടല്ലേലിയ ഒന്നിച്ചു വായിച്ചുകൂടെ അറിയി വരും. അല്ലാതെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊന്നും പറഞ്ഞാൽ പാടില്ല. ഈ മാർഗം ഒരു വല്ലാത്ത മാർഗം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൊക്കെ ഒരു പ്രത്യാശയാണ്. ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിൽ ഇനി ഒന്നും നടന്നില്ലേ ഇത് തന്നെ. കർത്താവിനെ സേവിച്ച ഒരു ദിവസം അത് മറ്റ്1000 ദിവസത്തേക്കാൾ ഉത്തമം. വാക്കു പറഞ്ഞവൻ മാറുന്നവനല്ല, വായ്ചത്തം ചെയ്തവനെ ഹോമയാകിയാൽ അവൻ വാക്കു മാറുന്നവനല്ല. പാട്ടുകാരൻ പാടുന്നുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണം. ആരാധിപ്പാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ജീവനോട് ശേഷിക്കും. ദൈവം നിർത്തിയിരിക്കണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം കൂടെ നിശ്ചയം. ഇന്ന് വൽക്കാലത്ത് അർപ്പിച്ചു പറയട്ടെ, ചില വിഷയത്തിന് നിശ്ചയമായി ദൈവം ഇറങ്ങി വരാൻ പോയി. ഞാൻ പറയാം, അനുഭവം ഉണ്ടോ? ഈ മക്കളെ വലിയ കുബേര കുടുംബത്തിൽ നിന്ന് ജനിച്ചതൊന്നുമല്ല, ഒരു സാധുവായ കുടുംബത്തിൽ ജനിച്ച. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് മാസം നോക്കിയത് എങ്ങനെ വിശ്വാസത്തിൽ വന്നു. വെള്ളത്തിൽ ചാടിയപ്പം പൈസലോ മൂക്കിന് മുട്ട വെള്ളം വന്നപ്പം കർത്താവിനെ രക്ഷിതാവെ സ്വീകരിച്ച പുള്ളിയല്ല ഞാൻ. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ മർത്തോമായ 2 സഹോദരന്മാർ എന്നെക്കാട്ടി നല്ല തൻ്റെ തൻ്റെയുള്ള 4 എണ്ണം വേറെയുണ്ട്. 2 പെങ്ങന്മാരുണ്ട്. അവരൊക്കെ മർത്തോമായിലെ ഒത്തിരി ഭക്തന്മാരാണ്. ഞാൻ പറഞ്ഞ ഈ മക്കളെ ദൈവം ആരാ? ദൈവം ആരാ? ഈ മക്കളെ ബന്ധക്കോസുകാരുടെ യോഗം കലക്കാൻ പോയവനാ ഞാൻ. യോഗം കലക്കാൻ. അന്നത്തെ ബന്ധക്കോസൊന്നും ഇപ്പോഴില്ല. ഭാഷയുണ്ടോ? എടാ, അന്ന് നമുക്ക് പേരുണ്ട്, വിളക്കൂതി കെടുത്തുന്നവരാണ് അല്ലേ? ആരാധിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ ബാബാ വിളക്ക് തന്നെ അങ്ങ് മണ്ണെണ്ണ വിളക്ക്. എമർജൻസി ഒന്നും ഇല്ല, എമർജൻസി ഒന്നും ഇല്ല. മണ്ണെണ്ണ വിളക്ക് തട്ടി പറഞ്ഞ് പാകത്തും. അന്നേരവാ യാഗപീഠത്തിലേക്ക് ആരാധിക്കുക. ആത്മാവിൽ ഇങ്ങോട്ട് വരും. പാസ്റ്റ് പറയും ഇങ്ങോട്ട് പോകും, കുഞ്ഞുമോളെ എങ്ങോട്ട് പോകും. ഇന്ന് അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് ജേഴ്സി വെച്ച് പൊക്കിയാണ്. അപ്പൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച അപ്പൻ ചോദിച്ചു എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞ 60. എനിക്ക് 80 ഉണ്ട്. കൈയുടെ ഇങ്ങനുണ്ട്. ഇത് പ്രായമൊക്കെ കണക്കാക്കിയാലോ? ദൈവമക്കളെ, തലേ പ്രവാചകൻ കൈവച്ച് വെച്ച് ഉച്ചയിലും ഒരു മുടിയില്ല. ഇവിടെ പിടിച്ചു കുലുക്കുന്ന മാർഗമല്ലെന്നേ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ ഒരാഴ്ച വട്ടം കൊണ്ട് തൃപ്തിപ്പെടരുത്. ഒരു സണ്ട കൊണ്ട് നീ തൃപ്തിപ്പെടരുത്. ഞാൻ പ്രസംഗത്തിൽ പറയുന്ന പോലെ സണ്ടയില്ലാത്തവന് മണ്ടയില്ല.
അത് നമ്മള് പിന്നെ എങ്ങനെ സൺഡേ. അപ്പൊ സൺഡേ വേണം ജീവിതത്തിൽ. സൺഡേ ഇല്ലാത്തവര് മണ്ടയില്ല. ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന വയസ്സോ ഗൾഫ് രാജ്യത്താണ് ഫ്രൈഡേയാ. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ മാസം ഒരു കാര്യം നമുക്ക് ഫ്രൈഡേ ആക്കാം. ഒരു മാഞ്ചാതിയും വരയ്ക്കില്ല, നമുക്ക് ഷോർട്ടും ലോങ്ങും ഒക്കെ കിടക്കുകയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും ഉറപ്പായിട്ട്. നിങ്ങൾ കുറിച്ചു വെച്ചു, ഇവിടുത്തെ ചുമന്ന പാസ്പോർട്ട് കിട്ടിയാൽ എത്ര വലിയ പ്രവർത്തി ഇവിടെ നിന്നാലും പോകേണ്ട സമയമാകും. കാര്യം എന്തറിയാമോ? അതിന്റെ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി ഞൊരുക്കി റോഡിൽ കളയുമ്പോൾ ആരാധിക്കാൻ സന്ദർഭം വരണം. നാം ആരാധിക്കണം, നാം ദൈവത്തെ ആരാധിക്കാൻ. എന്താ വന്യമെന്ന് ദൈവം തരുന്നില്ലേ? നന്മയില്ലേ? പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവെക്കും. ഇന്ന് വൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരാധിക്കുന്ന സഭയിൽ, കർത്തൃ ശുശ്രൂഷകൻ കുടുംബം ആരാധിക്കുന്ന ശുശ്രൂഷിക്കുന്ന സഭയിൽ ഈ കഴുതയെ കൊണ്ടുവന്നെങ്കിൽ 7ാം ക്ലാസ്സുകാരന് 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, എന്നോട് പറയരുത്, എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ നടക്കുന്ന ചോദിച്ചാൽ കൃപയാണല്ലോ വിശ്വാസത്തെ. അത്ര ഈ സായിപ്പും കുഞ്ഞുങ്ങളുടെയൊക്കെ നടുക്കൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വാട് കടുക്കത്തില്ല. സീറ്റില്ല വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടോട്ട് വന്നിരിക്കും, വെച്ചോണ്ടിരിക്കും. നമ്മളിവിടെ കുഞ്ഞാട് പോലെ നിൽക്കുക. അഥവാ എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയും പോയി അതെനിക്കറിയാം ഇങ്ങോട്ടാ പോകുന്നത്, നീ നാളെ പോകുമ്പോ ലിവർപൂളിനാ പോകുന്നത്. അപ്പൊ അതറിയാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ പറയാം. ഈ മക്കള് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവന് അക്ഷരത്തിൽ അവനെ ഉറപ്പിക്കുന്നവനാ ദൈവമെങ്കിൽ. നമ്മുടെ പത്രോസ് ഉപദേശിയെ ട്രിപ്പിൾ ഡോക്ടേഴ്സ് ഒന്നുമല്ല, അതോ അവൻ മുക്കുവനവാസ അങ്ങനെയുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഡിഗ്രിക്കാരനെ വേണ്ടാമല്ല, ഡിപ്ലോമക്കാരനെ വേണ്ടാമല്ല, അക്ഷരാഭ്യാസമില്ലാത്തവനെ യേശുവിന്റെ ആദ്യത്തെ ശിഷ്യൻ പത്രോസ്. ഇന്നലെ ദിവസം പറഞ്ഞ പോലെ പുള്ളിക്ക് ഓവർ സ്പീഡാണെങ്കിൽ വെട്ടിയത് പെടലിക്കാം, പക്ഷെ കൊണ്ടത് കാതിലാണ്. അപ്പൊ നോയിക്കോണം, രക്ഷിക്കപ്പെട്ടിട്ടും വാള് വിട്ടിട്ടില്ല. ഇതുപോലെ ഇപ്പോഴും കൊണ്ട് വന്നപ്പോൾ മാനസാന്തരപ്പെട്ടിട്ട് സ്വഭാവത്തിന് വ്യത്യാസം. ഇവിടെ പത്രോസ് പറഞ്ഞ കാര്യമുണ്ട്. യേശുവിനോട് പറഞ്ഞ് നിന്നോട് കൂടെ മരിക്കാനും ജീവിക്കാനും ഒക്കെ ആഗ്രഹം. കർത്താവ് പറഞ്ഞൊരു യേശുവിന്റെ വിധാന ദൈവം പറഞ്ഞ കാര്യമുണ്ട്. നീ ഇന്ന് കോഴി പോകും. യേശു പറഞ്ഞു കോഴി പോവും മുമ്പ് ഈ 3 പ്രാവശ്യം നീ എന്ത് ചെയ്യും? പള്ളി പറഞ്ഞു 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 ദൈവമക്കളെ. അത് പറഞ്ഞുവെങ്കിലും ഒരു അനുതാപത്തോടെ കരയും. നീ സ്നേഹിക്കുന്നു, ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവ്. വീണ്ടും ചോദിക്കുന്നു, നീ ഇവരധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവ്? അവസാനം ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ പറയുന്നു, നീ സകലവും അറിയുന്നു. ഇന്ന് വൽക്കാലം ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പിതാക്കന്മാരെ, അറിയുന്നവൻ സകലവും അറിയുന്നവനാണ്. നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തും അറിയുന്നവനാണ്. ഒരു പ്രവാചകന്റെ കണ്ണു മുമ്പിൽ മറവ് വന്നാലും ദൈവത്തിന്റെ മുമ്പിൽ മറവില്ല, മറവില്ല. ദൈവം സർവശക്തനായ ദൈവമാണെങ്കിൽ അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മറന്നുമായിരിക്കുക. അവന്റെ കരുതലും അവൻ്റെതായിട്ടുള്ള പൈസയോ ഉദ്ധാരണവും ഒക്കെ വലുതാണ്. അത് ഈ ദിവസങ്ങളിൽ നന്നായിട്ട് അനുഭവിച്ചു, നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ കുലുങ്ങി പോകത്തില്ല. യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെങ്ങനായാലും നമുക്ക് വിഷയമല്ല. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ അത് മതിയെ ഞങ്ങൾ യഹോവയെ സേവിക്കുക. മറ്റൊരു നമ്മളെ സമയം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാനം ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ അവൻ വിശ്വാസത്താൽ അവൻ വാഴ്ത്തത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ എന്ത് ചെയ്യും? അവിടെ നമ്മുടെ
അവിടെയാണ് നമ്മുടെ ധൈര്യം. ഒരു അന്യദേശത്ത് വാറ്റത്ത ദേശം എന്ന പോലെ തന്നെ നിന്നെ അവിടെ പാർപ്പിക്കുന്ന ദൈവം. ഷാമിയിലെങ്ങും ആത്മാക്കളില്ലായിരുന്നു. പക്ഷേ ബന്ധക്കോസുകാരുടെ ഒരു ഭയങ്കര കൂമ്പാരമുള്ള സ്ഥലം അവിടെ റാമി. അതല്ലേ പാലം വെള്ളത്തിൽ പോയി. ഇവിടെ ഒരു ദൈവദാസനെ ഒന്നടിച്ചപ്പോ പാലം താ കിടക്കും. മെനെ ഒരു പാലം ഇതാ കിടക്കുന്ന പണി. കുറച്ച് നാളത്തേക്ക് റാമിക്കാരെ വെള്ളം കുടിപ്പിച്ചിരിക്കും ഇല്ലേ ഗോത്രം. പിന്നെ ചെറുവാപ്പുഴ കൂടെ അവന്മാരെല്ലാം പോയി ഗോത്രം. ദൈവം ആരാ? തമ്പുരാൻ ചില സമയത്തൊക്കെ കണ്ണടയ്ക്കും. കർത്താവ് ചോദിക്കും, പറയാ എത്ര നാൾ ഉണ്ടെന്ന് അറിയട്ടെ കുഞ്ഞെ, എത്ര നാൾ മസിൽ പിടിക്കുമെന്ന് അറിയട്ടെ. പക്ഷെ ഇത് കഴിയുമ്പോൾ തമ്പുരാൻ ഒരു പൊക്ക് പൊക്കും. അവിടാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. ഇവിടെ പറയുന്ന ഒന്നോട് വിശ്വാസത്താൽ അങ്ങനാണല്ലോ. വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. കാണാൻ പോകുന്ന കാര്യങ്ങളുടെ നിശ്ചയപ്പെടാം. അപ്പൊ ദൈവം നടത്തുമെന്ന് ചോദിച്ചാൽ 99 എല്ലാം 100%. അന്ന് നാട്ടി പറയാം അതേ ആലോചന. ദൈവമ്മ പറയുന്ന വഴി നടത്തുന്നവൻ ദൈവമാണെങ്കിൽ നമ്മൾ വഴിയേ പോയാൽ അവൻ റൂട്ട് മാറ്റി വിടുന്നവനല്ല, അവൻ റൂട്ടേ വിടുന്നവനാ. ലക്ഷ്യസ്ഥാനം തെറ്റിക്കുന്നവനല്ലെന്ന് ദൈവം, അവൻ ലക്ഷ്യസ്ഥാനം തുറപ്പിക്കുന്ന ദൈവം. ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ടുള്ളതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്നു. നമുക്കൊരു നഗരമുണ്ട്. അത് കെന്നിലെ നഗരമല്ല. അതോ ഗോത്രം ഈ മക്കളെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ നിന്ന് കാണുക. ആ സ്ഥലം എങ്ങനെ ഉണ്ടാവും ഇല്ലേ? അതെങ്ങനെ ആയിരിക്കും അതിന്റെ പണിയും കാര്യങ്ങളും ഒക്കെ? സത്യം പറഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് മോശയുടെ അമ്മായിപ്പന്റെ എയർപോർട്ടിൽ നിന്ന് അങ്ങ് കൊണ്ടുപോകും. ഇത്ര എയർപോർട്ടിൽ ഗോത്രം. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ UK വന്നുകൊണ്ട് പിന്നെ ഇത്ര മോശയുടെ അമ്മായിപ്പന്റെ എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. പക്ഷെ എനിക്ക് പോയി നാട്ടിൽ പോയി പറയാം, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ആരെല്ലാം കണ്ടിട്ടുള്ളൂ. വാ ഈച്ച ഇറങ്ങുന്ന പോലെ ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പൊ മോശയുടെ അമ്മായിയപ്പൻ ഞഞ്ഞാവുഞ്ഞ പാർട്ടിയല്ല. സ്വത്രം പോലെ ദൈവകരവിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ നമുക്കൊരു ഡ്രില്ല് വേണമെന്ന്. കാര്യം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന തമ്പുരാനെ ഇടാ സ്വോത്രം ഗോപാലകൃഷ്ണനെ ശിവരാമനെ ഒക്കെ കണ്ട് നമ്മളിവിടെ വന്ന് ബില്യണിലെ പൈസ ഇവിടെ ഇവിടുത്തെ പിള്ളേർക്ക് 10 പൈസയുടെ വിലയില്ല. 2 പൂച്ചയും 2 പട്ടിയും കൊണ്ട് നടക്കാം. അതാണ് ഉള്ള എല്ലാം അതിന്റെ പേരിൽ എടുത്തു കൊടുക്കും. ഗോത്രം ഈ മക്കളെ ഒരു കാര്യം പറയാം, ഇന്നും പ്രായമായിട്ടും വലിഞ്ഞു പോകുന്നവരുണ്ട് ആരാധിക്കാൻ. ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഡെവനിൽ ഒരു ചർച്ചിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോയി പ്രസംഗിക്കാൻ പോയതല്ല ഭാഷ. 2 ഫാമിലി വിളിച്ചോണ്ട് പോയി. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എനിക്കറിയില്ല, ഭാഷ വന്നാൽ മതി, ഞങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യാം. അവിടോട്ട് ചെന്നപ്പം അവിടെ ശുശ്രൂഷിക്കുന്ന പിതാവിനെ പോലൊരു ദൈവദാസൻ എന്നാ കളറാപ്പ മുഖത്തെ ദൈവകൃപ ഈശോ ഇങ്ങനെ വടിച്ചെടുക്കാം. എടാ അപ്പൊ ഇവിടെ സാഹിബിന്റെ ഇടയിൽ ഉണ്ടല്ലോടാ ഇത്. ആത്മാവിൽ പുള്ളി കോട്ടൊക്കെ ഊരിക്കളഞ്ഞേച്ച പൈസ കടക്കരയിൽ നിന്നുകൊണ്ട് നാവ് കൊണ്ട് പൈസ നാക്കുകൊണ്ട് നക്കി കുടിക്കുന്നത് കാണിക്കുക. നമ്മുടെ ഉദ്ദേശിമാരുടെ പൈസ കോട്ട് ചുളുങ്ങും. അദ്ദേഹം റണറന്റും മൈതായൊന്നും അല്ല. പുള്ളി എവിടെ കിടന്ന് നാ നക്കുന്ന പോലെ നക്കുക. എന്തെന്നറിയാമോ? ക്രിസ്തുവിൻ്റെതായ അനുഭവങ്ങൾ. 32,000 എത്ര തിരഞ്ഞെടുത്തു? എത്ര? ഇത് പറയാം, സംശയം ഉണ്ടായിരിക്കും. അത് കുടിച്ചവർക്കല്ലേ അറിയാൻ വിശ്വാസം. 300. അപ്പൊ 32,300 ഉള്ളെങ്കിൽ നമ്മളിടെ എത്ര പോകും? നമ്മൾ കൂട്ടി അങ്ങ് പോകാനല്ലേ? സാധ്യത ഉണ്ടെന്നല്ല, വല്ല വിധേനെ അവിടെ ചെല്ലാൻ ഭാഗ്യവത്താൻ നമ്മള് ഭാഗ്യവന്മാരാണ്. അവിടെ ചെന്നിട്ട് ഈ സഹോദരി വന്നോ, ബിന്ദു സഹോദരി വന്നോ എന്ന് അവിടെ തിരക്കാൻ പറ്റില്ല. പറ്റുമോ? അമ്മയുടെ കാര്യം അവിടെ തിരക്കാൻ പറ്റും. തിരക്കോ?
പപ്പയും മമ്മിയും എന്റെ വൈഫും പറ്റുമെന്ന് ചോദിക്കൂ. കർത്താവ് പറയാം, യു ക്യാൻ ഗോ, പ്ലീസ് സിറ്റ് ഡൗൺ. Into my life experience you understand, don't do it. ആത്മാവിനെ തിരിച്ചിനോട് ചോദിക്കരുത്. ചോദിച്ചാൽ തെറ്റി പോകണപ്പോ അവിടെ ആരാധന വെളിപ്പെടണം, അവിടെ ആരാധന പ്രസാദിപ്പിക്കണം. ഇവിടുത്തെ കയ്യടിയല്ല, 24 മണിക്കൂർ ആരാധനയാണ്. അവിടെ ക്ഷീണമില്ല, അവിടെ കുപ്പിവെള്ളം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒരു ദോഷം പറഞ്ഞ ചരക്കുപ്പി വെള്ളം ഇത്രയ്ക്ക് ആവേശ കത്തല, സ്വോത്രത്തിന്റെ കത്തലല്ല, സ്വോത്രം ആടിയേറുക. ഇത് വെള്ളം കുടിക്കുന്ന മാർഗമല്ല, വെള്ളം കൂടി മാറ്റുന്ന മാർഗം. അപ്പച്ചൻ പറഞ്ഞ പോലെ ഞാൻ സാധനപ്പെടുന്നതിന് മുമ്പ് സിഗരറ്റ് വലിക്കുമായിരുന്നു. അതൊക്കെ അങ്ങ് നിർത്തി. ഇപ്പൊ വല്ലപ്പോഴും ഇരിക്കുമ്പോ ഒരു വീടി വലിക്കും. നീളത്തിന് പറഞ്ഞല്ലോ ഇടാ. ഞാൻ ചോദിക്കട്ടെ, മൂക്കിനകത്തിയ യെരൂശലേം ദേവാലയത്തിൽ സെക്കേന ഇറങ്ങിയതുപോലെ ചിലരുടെ മൂക്കിക്കൂടെ ഇറങ്ങത്തില്ല പറഞ്ഞു. പിന്നെ നാട്ടില് ഇടയ്ക്ക് ഒരു സഭയിൽ ചെന്ന് ആരാധിക്കാൻ പോകുമ്പോ ഒരു അച്ചായന 10-64 വയസ്സുള്ള അച്ചായന തമ്പേറ് കൊടുത്തത്. പുള്ളിയിലെ പിള്ളേരിലെ സ്കൂളിൽ മാന്യമേള പഠിക്കുന്നു പോലെ അച്ചായൻ തിരിച്ചും മറിച്ചും ഒക്കെ അടിക്കുന്നു. തമ്പുരാൻ പറഞ്ഞു, മോനെ അടി എവിടം വരെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ശിശുദിക്കാൻ എഴുന്നേറ്റെന്നോ പറഞ്ഞേച്ചാ അടി ഉഗ്രനായിട്ട് ഇഷ്ടപ്പെട്ട മേലാൽ വീടി വലിക്കുന്നു. കോഴഞ്ചേരി കടുത്തൊരു സ്ഥലമാണ്. അയ്യോ മക്കളെ, ഈ അച്ചായൻ കുണപ്പെട്ടത് അന്നാ. പായിപ്പാട് വയൽക്കോളെ കൂടെ വിളിക്കുന്ന അധ്യാപകം പറഞ്ഞു കേൾക്കണമോ, ഇതെനിക്കൊരു തലവേദനയായിരുന്നു, പക്ഷെ തമ്പുരാൻ വെട്ടിയാലോ. മാനസാന്തരപ്പെട്ടതും ദൈവസഭയ്ക്കുണ്ടെങ്കിൽ സഭയ്ക്ക് സ്വസ്ഥതയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പുണ്യവാളനെന്നല്ല, എന്റെ സഹോദരന്മാരുടെ നടുവിൽ എനിക്കൊരു മാന്യതയുള്ളൂ. വീട്ടിൽ കയറി 3 പെൺമക്കളെ മൂത്ത മോടെ ഇട്ടിരുന്ന പൈസ ചുരിദാറിന്റെ കോട്ടിന്റെ മോളേശം വലിച്ചു കയറി എന്റെ ഭാര്യയെ പിടിച്ചു തള്ളി ബ്ലൗസ് വലിച്ചു കയറിയപ്പോഴും നമുക്കൊരു കംപ്ലൈന്റ് ഉയരത്തിലേ ഉള്ളായിരുന്നു. ഒരു വീട്ടിലെ 3 എണ്ണത്തിന് തമ്പുരാൻ സമയാചരണം പാടിച്ചു. ഭാഷ നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ ഇഷ്ടമണിയെ തുടങ്ങും. വിശ്വാസത്തോടെ സ്വത്രം പറയാൻ കഴിയുമോ? നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ ഇഷ്ടമണിയെ തുടങ്ങുവനോ? വിശ്വാസത്തോടെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വലുത്. ഇന്ന് നിന്റെ അകത്തൊരു കത്തര വേണം, നിന്റെ അകത്തൊരു കത്തര വേണം. എന്റെ പ്രാണപ്രിയനോ എന്നോട് കൂടെയുണ്ട്. അടിക്കാൻ കയറി വന്നത് വേറൊന്നുമല്ല, അടുത്ത് 150 മീറ്റർ ദൂരത്തൊരു അമ്പലമുണ്ട്. അവര് മൂല്യകർമ്മം ഏതാണ് നടത്താൻ ചെന്നപ്പോ ദേവി പ്രസാദിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അവര് പോയി ജ്യോതിഷം വെച്ച് നോക്കിയാൽ പറഞ്ഞ് അല്ലേലിയായി സ്വോത്രവും പറയുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അല്ലേലിയുടെ ശക്തിയുടെ കാര്യം പറയല്ല, പ്രാർത്ഥിക്കുന്നവനുണ്ടെങ്കിൽ പിജായും സ്വസ്ഥതയുണ്ടോ? സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞായറാഴ്ച രാവിലെ കൈത്തോമി വന്നല്ല വിറവ് കയറേണ്ടത്. മനസ്സിലായില്ലേ? മനസ്സിലായി? പിന്നെ മനസ്സിലായ ഇത്രയും നാളുകൊണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കും. അവളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ആയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ദൈവമക്കൾ കുറിച്ചു വെച്ചോ, 2014 ആണ്ടത് യോഗം അല്ല വാസ്തവ ചലഞ്ച്. ചിലതിനെ ദൈവം ഇവിടെ കൊണ്ടുവരും. ദൈവകൽപ്പനയ്ക്കായി ഒരുങ്ങും. ദൈവമക്കളെ ബന്ധക്കോസ്യാന്റെ തലമുറ സ്ഥാനപ്പെടുന്നതിൽ അതിശയോക്തി ഒന്നും വേണ്ട, വേണ്ട. ദൈവം ജനതയെ കൊണ്ടുവരും. നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത ജന ദൈവം കൊണ്ടുവരും. ദേശത്ത് വേറെ ദൈവം അനുഗ്രഹിക്കും. പാപത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ബന്ധന വഴിഞ്ഞവനായി വിടുതൽ പ്രാപിച്ചവരായി നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണും. ദൈവമക്കളുടെ വിടുതൽ നിങ്ങൾ കാണും. ദൈവമക്കളെ, ദൈവദാസന് വഴി പറഞ്ഞു തരാം.
നിങ്ങളാണ് യാത്ര ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ദൈവം ഈ പട്ടണത്തെ കൊണ്ടുവന്നിരിക്കുമ്പോൾ കണ്ടെന്ന് പറഞ്ഞ ആർക്ക് വേണേലും അറിയാം ലക്ഷ്യം തെറ്റുമോ? ലക്ഷ്യം തെറ്റുമോ? ദൈവമക്കളെ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, കർത്തൃമേശയുടെ ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോകുക. ദൈവം വിളിച്ചു പറഞ്ഞ് എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കർത്താവിന്റെ വരവടുത്തിട്ടില്ല. വിശ്വാസത്താൽ സാറയും വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഉത്പാദനത്തിന് ശക്തി പ്രാപിച്ചത്. ഭാഷയുടെ പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. പിതാവ് ഒരു ഒറ്റ അടി എന്നാ ഞാൻ ടൂറിന്റെ അവിടെ കിടക്കും. അതാ പണ്ടത്തെ കൃപ. എല്ലാ സുഹൃത്തും ഇപ്പോഴേ നിനക്ക് നടുവയ്യ. ദിവസന്നി വന്ന കാല് രണ്ടോടെ നീട്ടിയിട്ട് കർത്താവെ മടിയിലോട്ടിരുന്നു. ദൈവമക്കളെ, സ്വോത്രം തൊടുത്തിന്ന് വരുന്നത് ഞഞ്ഞാന്നല്ല വരുന്നത്. സ്വോത്രം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ച ഞാൻ ഇങ്ങനെ കർത്താവെ നല്ല ഒരു ശവണൊക്കെ കിട്ടണം. സ്വോത്രം. എന്നിട്ട് മറ്റു ഉപദേശിമാര് പറയാം, അച്ചായൻ നല്ലവനായിരുന്നു, ദോഷം വിട്ട വന്നവനായിരുന്നു, ആര് വന്നാലും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഉടക്കുന്നു. നമ്മൾ കാര്യം കൈമുടക്ക് കൊടുക്കുക നല്ല സ്വോത്രം. എന്നിട്ട് അവസാനമായി ദൈവദാസന്മാർ ഒരു ആശംസ പറഞ്ഞുവിടെ, ദാനിയേലേ നീ പോയി വിശ്രമിച്ചോ. അപ്പൊ ഇതുവരെ അവൻ കളിച്ചു നടക്കാൻ സ്വോത്രം പറയാ. ഇതുവരെ ഇവൻ കരഞ്ഞി അടിച്ച് നടന്നേതു, കെട്ടമ്മ കിടന്നേതു, തമ്പുരാൻ കെട്ടടിച്ചു വിട്ടു. അങ്ങനെ അവർ ദാനിയേലേ നീ പോയി വിശ്രമിയില്, കാലാവസാനത്തിന് തന്റെ ഓഹരി പ്രാപിപ്പോൾ മടങ്ങി വരും. ചത്തു കിടക്കുന്ന തോമാച്ചാന പേരങ്ങ് മാറ്റി. എന്തുവാ ആ വാക്യം ഇതിനകത്ത് ഇല്ലായിരുന്ന ഉപദേശിമാരെ ഞങ്ങൾ തട്ടിപ്പോയി. ഉറപ്പാ. എടാ, ജീവിച്ചിരിക്കുന്ന നച്ചാന്റെ ജീവിതത്തിൽ സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് ഏത് ഭാഷ പറഞ്ഞിട്ടുണ്ട്? പറഭാഷ. നമ്മുടെ സഭാ ശുശ്രൂഷയിൽ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് സ്വോത്രം. 150 സങ്കീർത്തനം തീർന്ന പിന്നെ ഏത് സങ്കീർത്തനം? 119 വീണ്ടും തുടങ്ങി. ഒരു വർഷം പ്രസംഗിക്കാതെ 1 മുതൽ 6 വരെ ഈ ആഴ്ച സ്വോത്രം. യുവക്കളെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്നറിയാം, ധ്യാനിച്ചൊരിക്കലും പറ്റും. അല്ലാതെ പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞ പോലെ ഒരു കുറിപ്പ് എഴുതിനകത്ത് വെച്ചിട്ടെ 15 സങ്കീർത്തനം യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും. പുള്ളി ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു. തുണ്ടുക പാലിന്റെ കാറ്റ് കൊണ്ടങ്ങ് പോയി മതി, പറന്നു പോകും. പുള്ളി പിന്നെയും പറയാം യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും. ഒരു വിളഞ്ഞ അപ്പച്ചൻ പറയുന്നതെന്ന് പറഞ്ഞ ആരെങ്കിലും പാർത്തോണ്ട് വാസം ഇറങ്ങിപ്പോരാ. സ്തോത്രം. ഇടയ്ക്ക് സൗദിക്ക് എന്നൊരു പുള്ളിക്കാരൻ പ്രസംഗിച്ചു. കഥയൊക്കെ പറഞ്ഞുകൊണ്ട് സമയമായി. സ്തോത്രം. 9 മണി ആയപ്പോ പറയാം ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ആഴത്തിലേക്ക് ഒരു ബ്രദർ പറഞ്ഞ് ഇറങ്ങുന്ന കൊള്ളാം, പക്ഷേ 9:15 കരയെ കയറണം. മനസ്സിലായവർക്കായി സ്തോത്രം. 9 മണി വരെ പുള്ളി ബസ്സിൽ വിളിച്ച് അവിടെ നിന്നു. എന്നിട്ട് പറയാം ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവാം. വിളഞ്ഞത് സൗകര്യം പറഞ്ഞ് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, 9:15 കയറണം. യുവക്കളെ, ഇവിടെ ഒരു സമയത്തിന് പരിമിതിയുണ്ട്. ഈ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് കുഴപ്പമില്ല. ഇവിടെ ആഴത്തിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ വിലപിടിപ്പുള്ള എന്ന് കിട്ടും. നമുക്കറിയാം ആ യോനയുടെ യോനാച്ചാന്റെ അനുഭവം. എന്റെ അപ്പന്റെ പേര് യോനാണെന്ന്. എന്റെ അപ്പന്റെ യോനാച്ചന്റെ കാര്യമല്ല പറഞ്ഞു, നമ്മുടെ യോനയുടെ കാര്യം. പുള്ളിക്കാരൻ നല്ല ദൈവാലോചന കേട്ടേച്ച് പുള്ളിക്കാരൻ അവിടോട്ട് എന്ന് ഒത്തിരി ദൂരം മാറിയെന്നാണ് പറഞ്ഞത്. നിന്നെ പട്ടണം നശിക്കാൻ പോവാ, ഒത്തിരി പ്രാർത്ഥിച്ചോ. ഞാനിവിടെ കാണത്തില്ല, പുള്ളിയൊന്നും കണ്ടു. അവസാനം സ്വന്തം കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കപ്പലിൽ കയറി എവിടെ പോയി? നിലവിലേക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, കുറച്ചേരം പുള്ളി ഉണ്ടല്ലോ, ഈ ഇച്ചിരി അവിശ്വാസമുള്ള പുള്ളിയൊന്നും ഉണർവ് കാണിക്കത്തില്ല. കാണിക്കോ ഭാഷ? അവനൊരു പരുവത്തിന് ഒതുങ്ങിക്കൊണ്ടിരിക്കും. പുള്ളി ഒതുങ്ങിയിരുന്നപ്പോ കിടക്കണമെന്ന് തോന്നി, പുള്ളിയെ കിടന്നു. ഇവിടെ കോളും തീരുമാനമൊക്കെ അടിച്ചു പടകിനെ വലയ്ക്കാൻ നോക്കിയപ്പോൾ എല്ലാരും അവിടെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരുത്തൻ കിടക്കുന്നു മസിൽ പിടിച്ചു. ആരാ? കാറ്റിനെയും കടലിനെയും നിർമ്മിച്ച യഹോവയെ പൂജിക്കുന്നവരാ. സ്തോത്രം. നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല, എന്റെ കുഴപ്പം എന്നെ പിടിച്ച്
ഞാൻ പറയട്ടെ, ഒരാള് രണ്ട് കയ്യേലും പിടിച്ച് കാണുമ്പോ ഒരാള് കാലേലും പിടിച്ച് കാണും. ഇവനെ എന്റെ പിള്ളേരെ ഇട്ട് ആട്ടുന്ന പോലെ ഒന്നും രണ്ട് പറഞ്ഞ് മൂന്നാമത്തെ ഒറ്റ ഏറണം. എടാ ഇതിനോട് ചേർന്ന മറ്റേ ആ പുള്ളിയെ കൊണ്ടുവരിക. ഞാൻ ചോദിക്കട്ടെ, ആദ്യം തലയാ കയറിയത്. അതിനകത്ത് കിടന്ന് ഏതെല്ലാം അന്യഭാഷ പറഞ്ഞു കാണും. എനിക്ക് തോന്നുന്നു എന്റെ പിതാവെ കാലിട്ട് തൊടിച്ച് കാണും. ഈ വേദന കൊണ്ടായിരിക്കും കരയ്ക്ക് കൊണ്ടെന്ന് പ്രാർത്ഥിച്ചത്. അവനെ ഏത് സോപ്പിട്ട് കുളിപ്പിച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല. ദൈവമക്കളെ ഒരു കാര്യം മറന്നു പോകരുത്. പൗലോസിനെ ആക്ഷേപിച്ചാൽ പൗലോസിന് ഒരു ശക്തിയുണ്ട്. എടാ ഗർഭരന്മാരെ, നീ പറയുന്ന പോലല്ല. ഈ 273 പേർക്ക് ഒരുത്തന്റെ പ്രാണന് പോലും കേടുവരില്ല. രാത്രി ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് മനുക്കാർ ആരാധന വിളിച്ചു പറയട്ടെ. ചില ദൈവം അറിയിക്കുകയായ ഒരെണ്ണത്തിന് കേടുവരാൻ സമ്മതിക്കുന്നു, ഒരെണ്ണത്തിന് കേടുവരാൻ സമ്മതിക്കുന്നു, ഒരെണ്ണത്തിന് കേടുവരാൻ സമ്മതിക്കത്തില്ല. ഒന്നിനെ കേടുവരാൻ അനുവദിക്കത്തില്ല. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് പറ്റില്ല. ദൈവത്തോട് പറയാ, ഞാനവിടെ സ്ഥിതി മാറ്റും, ഞാനവിടെ സ്ഥിതി മാറ്റും. ഞാൻ അവർക്ക് വേണ്ടി പ്രതിക്രിയക്കായി എഴുന്നേൽക്കും. നിന്റെ സത്വനെ നിന്റെ പാതപടത്തിലാക്കത്തിൽ ദൈവത്ര വിശ്വാസം. വിശ്വാസം എന്നത് ആശയിക്കുന്നതിന്റെ കൂടെ കാണാത്ത കാര്യങ്ങളെ ചെയ്യും. നമുക്കൊന്ന് എഴുന്നേക്കാം.